കനക, നമ്മൾ എപ്പോഴും എവിടെ പോണെങ്കിലും മത്സരിച്ചല്ലേ വരികയും പോവുകയും ചെയ്യും. എന്നേക്കായിട്ട് ഇവിടെ നിറങ്ങുമ്പോഴും ആ ഒരു മത്സരം വേണോ ഹേമൻ? വേണ്ട, സുഹേച്ചി എന്നെ ആദ്യം ഇറങ്ങിക്കോ, ഞാൻ പുറകെ വന്നോളാം. അടിയിടിയും ബഹളവും ഒക്കെ ആയിരുന്നെങ്കിലും നമ്മളെ ഒരുപാട് സ്നേഹിച്ച വീടല്ലേ നമ്മളും. അമ്മേ, നമുക്കിനി നമ്മുടെ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലേ കനകേട്ടാ? ആസാനം എന്തേടാ? അകത്തെന്തൊക്കെ തെരഞ്ഞെടുക്കുക. അച്ഛൻ തന്നതൊന്നും സൂക്ഷിക്കാൻ ഈ മകനായില്ല. ഒടുവിൽ നമ്മുടെ വീടും പോയച്ച. പക്ഷേ അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് ഞാൻ ലേലത്തിൽ തിരിച്ചു പിടിക്കും. എങ്ങനെ തിരിച്ചു പിടിക്കുന്ന എനിക്കറിയില്ല അച്ഛ. എന്നോട് ക്ഷമിക്കണം അച്ഛ. പ്രേമേട്ട, ഒരു സാധനം വെച്ചെടുത്ത് കാണില്ലല്ലോ. ഇതിപ്പോ ഈ സമയത്ത് ഞാൻ എവിടെ പോയി നോക്കാനാ? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കുമ്പോ. അല്ല പ്രേമേട്ടൻ എന്തായി തെരയുന്നത്? അല്ല അത് പിന്നെ നിനക്കൊക്കെ കൈമീശ അങ്ങനെ ഇറങ്ങിയ പോരെ. എനിക്കിതെല്ലാം നോക്കിയിട്ട് വേണം ഇറങ്ങാൻ, അത്ര തന്നെ. പ്രേമേട്ട, മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് പ്രേമേട്ടനെ അറിയാം. പിന്നെ എന്തിനാ എന്നോട് ഈ നാടകം കളി? എല്ലാം നശിപ്പിച്ചു. കിടപ്പാടം പോലും നശിപ്പിച്ച ഈ മുടിയനായ പുത്രനോട് അച്ഛൻ ഒരിക്കലും ക്ഷമിക്കില്ല. അച്ഛന് മനസ്സിലാവും, ഞങ്ങൾക്ക് മനസ്സിലാവും. പ്രേമേട്ടൻ കള്ളുപിടിച്ചും ദൂരത്തടിച്ചും കളഞ്ഞതല്ലല്ലോ ഒന്നും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നാടകത്തിന് വേണ്ടിയിട്ടല്ലേ. പോട്ടെ പ്രേമേട്ട. നല്ല സുഖം. ഇവിടെ നിറങ്ങിയ പിന്നെ എങ്ങോട്ടാ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ല. എല്ലാം ശരിയാവും പ്രേമേട്ട. ദേ, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. പ്രേമേട്ടന്റെ ഒറ്റ ബലത്തിലാ എല്ലാവരും പുറത്തു നിൽക്കുന്നത്. കണ്ണു തുടക്കി. ദേ, എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച. ലാലേട്ടാ, അല്ല, എന്തിനാണ് നീ ഇപ്പൊ കരയുന്നേ? നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. എന്ന് വെച്ച് നമുക്കിപ്പോ ചാവാൻ പറ്റുമോ? നമ്മൾ ജീവിച്ച് കാണിക്കും. ഏത് പ്രതിസന്ധിയിലും അച്ഛൻ നമുക്ക് തുണയായിട്ടുണ്ടാവും. ഈ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പെരുവഴിയിലാവില്ല. എനിക്ക് ഉറപ്പാ.
അതെ, അങ്ങോട്ടുള്ള പോക്കില് എല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുള്ളൊരു മാർഗം ഞാൻ കാണുന്നില്ല. അപ്പോ അമ്പോ സുനിച്ച, വീടൊക്കെ ഉള്ളവർക്ക് അവരവരുടെ വീട്ടിലേക്ക് പോവാട്ടോ. ഇനിയിപ്പൊ എന്റെ കൂടെ നിന്നിട്ട് ആശാനെ, 4 കമ്പ് നാട്ടി അതിലൊരു ഷീറ്റ് വലിച്ചു കെട്ടിയ നമ്മുടെ നാടക കലാകാരന്മാർക്ക് അതൊരു കൊട്ടാര. ആരൊക്കെ തോപ്പിച്ചാലും പ്രതിസന്ധികൾ തരണം ചെയ്ത് അത് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആശാനെ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? കനക, എന്താണ് കരയാൻ? കനക, കലാകാരന്മാര് കരയാൻ പാടില്ല, അറിയില്ലേ നിനക്ക്? അറിയില്ലേ? ഇല്ലടാ, ഇല്ല. ആശാനെ, വിശന്ന് പൊരിഞ്ഞ വയറായിട്ടാ ഞാനന്ന് ആശാന്റെ മുന്നിലേക്ക് വന്നത്. ആരാണെന്നോ എന്താണെന്നോ ചോദിക്കാതെ ആശാൻ എനിക്ക് വയറ് നിറയെ ഭക്ഷണങ്ങൾ മേടിച്ചു തന്നു. അന്നു മുതൽ കൂടില്ല ആശാന്. പക്ഷെ ആശാന്റെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഓർക്കുമ്പോ എന്നെ കരയിപ്പിക്കൂ. കനക, എന്താടാ കൊച്ചുപിള്ളേരെ പോലെ? മതി, നിർത്ത്. എന്നിട്ടേ എല്ലാരും ചെന്ന് വണ്ടി കയറ്. ആ സാറേ, ഞങ്ങൾ ഇറങ്ങാം. സാറിന് ഇനി ജപ്തി ചെയ്യേ കൂട്ടേ എന്താന്ന് വെച്ചാ ചെയ്തോ. സാറേ, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയവരാ ഞങ്ങൾ കലാകാരന്മാര്. അവർക്ക് വിലയിടാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആരൊക്കെ എപ്പോഴാ രക്ഷപ്പെടുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സാറേ, ലേലത്തിന്റെ ഡേറ്റ് ഒന്ന് അറിയിച്ചേക്കണം. ഈ വീടേ എന്റെ അളിയൻ തിരിച്ചു പിടിക്കും. ആ കളിയ പ്രേംലാലിനെ എന്നെ അറിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രേംലാലിന്റെ അച്ഛൻ പപ്പുക്കുട്ടി ആശാനെ എന്നെ നന്നായിട്ട് അറിയാം. പണ്ട് കട്ടൻ വലിക്കാൻ നടന്ന ചാവാലി പയ്യൻ ഗൾഫിൽ പോയി തമ്പിക്കുഞ്ഞ് മുതലാളിയായെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പപ്പുക്കുട്ടിയാശാന് തന്നെയാണ്. ആ പപ്പുക്കുട്ടിയാശാന്റെ മകന് ഒരാപത്ത് വരുമ്പോ അറിഞ്ഞു കേട്ട് വന്ന് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണോടോ? പിടിക്കേ, നിങ്ങൾക്ക് താമസിക്കാൻ ഞാനൊരു ബംഗ്ലാവാണ് തരുന്നത്. വാങ്ങിക്ക് പ്രേംലാലേ, സ്വന്തം ചേട്ടൻ തരുന്നത് പോലെ കരുതിയാ മതി. വാങ്ങിക്കേ. എനിക്കൊന്നും സംശയിക്കണ്ട, വാങ്ങിക്ക് പ്രേംലാലേ. ആശാനെ, ധൈര്യമായിട്ട് വാങ്ങിക്കാൻ സാർ. ആ കൈ ഇങ്ങനെ കാണിച്ചേ, പിടിച്ചേ. വാ 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 വാ, എല്ലാരും വാ. വരൂ വരൂ വരൂ. മുതലാളി, നീ ടെൻഷൻ അടിക്കണ്ട പ്രേമ, നിനക്ക് സ്വന്തം വീടായിട്ട് കരുതാം. വാടക വേണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാ. വാടക തന്നാ നിനക്കിത് വാടക വീടായിട്ടല്ലേ തോന്നൂ. അങ്ങനെ ഒരു തോന്നല് എന്റെ പപ്പക്കുട്ടി ആശാന്റെ മകൻ ഉണ്ടാകരുത്. ഇതാണ് ഇനി നിങ്ങളുടെ വീട്. നല്ല ഒന്നാം തരം തറവാടാണ് മോനെ ഇത്.
അയ്യോ ഇത് തറവാടല്ല, കൊട്ടാരമാണ്, കൊട്ടാരം. പിന്നെ അതെ, എനിക്ക് ഈ മുഖത്ത് നോക്കിയിട്ട് തമ്പി കുഞ്ഞു മുതലാളി എന്ന് വിളിക്കാനേ തോന്നുന്നു. പിന്നെ ഞാൻ ദൈവന്നേ വിളിക്കും. അയ്യോ അതൊന്നും വേണ്ട. പറ്റില്ല, ഞാൻ ദൈവന്നേ വിളിക്കും. അയ്യോ വേണ്ട വേണ്ട. ഞാൻ ദൈവന്നേ വിളിക്കൂ, തടസ്സം പറയരുത്. പിന്നെ എനിക്കൊരു ഫോട്ടോ കൂടി വേണം. എനിക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. അയ്യോ അതിന്റെ ആവശ്യമില്ല. വേണം. തരാം 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 തരാം, എല്ലാവർക്കും തരാം. അല്ല നിങ്ങളുടെ നാടകമൊക്കെ എങ്ങനെ പോകുന്നു? നാടകം നല്ല ഓട്ടോ അല്ലേ? നാടകം തുടങ്ങിയാൽ ഞങ്ങൾ ഒരു ഒറ്റ ഓട്ടോ 2.5 മണിക്കൂർ സ്റ്റേനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ. അതാണ്. ഓ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ തമ്മിൽ അതായത് തമ്മിൽ കിടന്ന് ഓടുന്നു. പിന്നെ അസൂയാലക്കളൊക്കെ പറയും ഞങ്ങളുടെ നാടകം പൊളിഞ്ഞു, കമ്മിറ്റിക്കാര് തല്ലി, നാടകം പൂർത്തിയാലെന്നൊക്കെ. അതൊക്കെ അത് അസൂയക്കാര് കാര്യമൊക്കെ ഉണ്ടായി, എല്ലാ നാട്ടിലും ഉള്ളതല്ലേ. അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. ഒയ്യോ, സാധിച്ചു തരണോന്ന്? ദൈവം കൽപ്പിക്ക, ഭക്തൻ അനുസരിക്കും. ദൈവം കൽപ്പിച്ചോ? നിങ്ങൾ സുഗ്രീവൻ അറിയോ? നമ്മളുടെ ആരായിട്ട് വരും? എന്റെ ആരുമല്ല, രാമായണത്തിലെ സുഗ്രീവൻ. ഓ, ബാലി സുഗ്രീവൻ. അറിയാം. ഈ സുഗ്രീവൻ വേഷം ഞാൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഒരു ലുക്കില്ലല്ലോ. അല്ല, ലുക്കില്ലേ? അല്ല നോക്ക്. എന്തോ ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി അല്ലേ? സ്കൂൾ നാടകത്തിൽ സ്ഥിരമായിട്ട് സുഗ്രീവൻ ചെയ്തത് ഞാനാ. അങ്ങനെ ആരാധകർ എനിക്കൊരു പേര് വിട്ടു, സുഗ്രീവൻ തമ്പിന്ന്. ചിരിക്കണം വിശാലി. സത്യവ്രത. മധ്യവർത്തോ? മധ്യവ്രത അല്ല, സത്യവ്രതൻ. ചിരിക്കല്ലടാ, അത് കോമഡിയല്ല, ഒരാളുടെ പേരാണ്. സത്യവ്രത നിങ്ങൾ വന്നടാ. എന്താണാവോ പോയില്? ഇത് സത്യവ്രത, നിങ്ങൾക്ക് എന്തും ആവശ്യപ്പെടാം. അതെന്താ, ഇത് കുപ്പിന്ന് വന്ന ഭൂതാണോ? അതല്ല, എന്തും ആവശ്യപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്ക് ഇവിടെ ഒരു അല്ലലില്ലാതെ ജീവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അല്ല ജീവിക്കാം. അല്ല, ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലേ, ഒരു ജപ്തി കഴിഞ്ഞ് വരുമല്ലേ. നിനക്കില്ല എനിക്കിരുന്ന യവനിക പ്രേംലാൽ എന്ന് പറഞ്ഞാൽ 4 പേര് അറിയും. 4 പേരല്ല, വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോഴേ നാട്ടുകാർ മൊത്തം അളിയനെ അറിയും. കൊറേ നാളായിട്ട് ഇവിടെ വെപ്പും കൂടി ഒന്നും ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല, വെപ്പില്ലെങ്കിലും സ്ഥിരം കൂടി നടക്കും. അല്ല, അതിന് ഞങ്ങളുടെ അമ്പുവട്ടം മാത്രം മതി. അമ്പാട്ടാ. അതെ അതെ, വളരെ കറക്റ്റാ. ഈ കനകന്റെ ഒരു കാര്യം എവിടെ ചെന്നാലും എന്റെ അഭിനയത്തിന്റെ കാര്യം പുകഴ്ത്തി അങ്ങ് സംസാരിക്കും. പാവം. എന്നാ പിന്നെ അവരെയൊക്കെ വിളിക്കേ. അത് വലതുകാലം വെച്ച് കേറാൻ പറ. തുടക്കം ഭംഗിയായ പിന്നെ എല്ലാം ഭംഗിയായി. അത്രേ ഉള്ളൂ. വിളിക്ക്. അപ്പോ നമ്മളൊരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങാൻ പോവാ. ഈ വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്കും നിങ്ങൾ തന്നെ വലത് കാൽ വെച്ച് കയറാം. അപ്പൊ പിന്നെ ഞാൻ തന്നെ ആദ്യം കേറേണ്ടി വരും. ഇക്കൂട്ടത്തിലെ ഐശ്വര്യം എനിക്കാണല്ലോ. ഐശ്വര്യം കൊണ്ടായിരിക്കും പഴയ വീട് ജപ്തിയായി ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നത്. ലാലേട്ടന്റെ ഭാര്യയായി ആദ്യം നമ്മുടെ പഴയ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറിയതും സുഹേച്ചി തന്നെയല്ലേ? അയ്യ, രണ്ടാമത് കേറി വന്നവളുടെ ഗുണം കൊണ്ടും ജപ്തി നടക്കും. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഞാൻ ലാലേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വച്ചടി കയറ്റമായിരുന്നു. ആ കയറ്റമാ ഒടുവിൽ ബാങ്കുകാരൻ ചെയ്തത്. അവരങ്ങ് വീട്ടിലേക്ക് ഇടിച്ചു കയറി, നമ്മൾ ഇറങ്ങി. ഞാൻ ലാലേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വച്ചടി കയറ്റമായിരുന്നു. ആ കയറ്റമാ ഒടുവിൽ ബാങ്കുകാരൻ ചെയ്തത്. അവരങ്ങ് വീട്ടിലേക്ക് ഇടിച്ചു കയറി, നമ്മൾ ഇറങ്ങി. നിർത്ത്. എന്താ പ്രശ്നം? എന്റെ ആശാന് വഴക്കും ബഹളും ഒന്നും ഈ വീട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വലതുകാൽ വെച്ച് ആരെങ്കിലും ഒരാൾ കയറണമെന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോ വഴക്കായി. എന്റെ പൊന്ന ഭാര്യമാരെ, ഒരു ജപ്തി വന്നിട്ട് പോലും നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ. ഓ പിന്നെ സുനാമി പ്രളയം വന്ന് പഠിച്ചില്ല, പിന്നെ ആര് ജപ്തി. നിർത്ത്. എന്തായാലും ഏത് കാര്യത്തിനും ഒരു തീരുമാനം വേണമല്ലോ. ഒരു കാര്യം ചെയ്യും, 2 പേരും ഒന്നിച്ച് വലതുകാല് വെച്ചങ്ങട് കയറി. വരുന്നതൊക്കെ ഒന്നിച്ച് അനുഭവിച്ചാ മതിയല്ലോ. പിന്നെ അത് ശരി മക്കളെ, ഈ അമ്മമാരെങ്ങനെ തർക്കിച്ചു നോട്ടെ. നമുക്ക് കയറാം. ഭാര്യമാര് സ്ഥലത്തില്ലെങ്കിലും ഭർത്താവിന് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. വാടാ എല്ലാരും. ഞങ്ങള് വരാം. കനകം പറഞ്ഞതാ ശരി. ഈ കുടുംബത്തില് ഇന്ന് മുതൽ 2 വിളക്ക്, ഒരു കരിവിളക്കും ഒരു നിലവിളക്കും. സംശയിക്കണ്ട, ആ പോയതാണ് കരിവിളക്ക്. എന്നെ സംബന്ധിച്ചിട്ടത് ചുറ്റുവിളക്ക്. വാ നടക്ക്.
അടി. ദാ, ഇങ്ങോട്ട് വാടാ. വാ, 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 വാ. ദാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം. ഒരു ശ്രദ്ധ വേണം. വന്നപ്പോ തൊട്ട് രഹസ്യമായിട്ട് അവരെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുവല്ലേ മുതലാളി? രഹസ്യ വാച്ചിങ്. ഞാൻ കണ്ടു നിന്റെ രഹസ്യ വായ്നോട്ടം. ആ പെണ്ണുങ്ങൾ നിന്റെ രഹസ്യനോട്ടം കണ്ടുപിടിച്ചാലേ പരസ്യമായി കുറ്റിക്ക് വെച്ചേരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ദാ, നമ്മളിപ്പോ ഈ വീട്ടിലേക്ക് ഈ താമസക്കാരെ കൊണ്ടുവന്നേക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ? അത് പിന്നെ ഏത് പോട്ടനും അറിയത്തില്ല മുതലാളി. ആട്ടെ, എന്താ കാര്യം? നിന്നെ കൊണ്ട് ഞാൻ പിടിയിട്ട് മുതലാളിക്ക് വാടക കിട്ടാൻ, അതല്ലേ? എടാ മണ്ണുണ്ണി, അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോന്നാ ചോദിച്ചത്. പിന്നിലെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിലെ ഉദ്ദേശം അതിപ്പോഴല്ലേ പിടികിട്ടിയത്. വാടകക്കാരില് സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞപ്പോഴേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. മുതലാളി കൊള്ളാ കൊള്ളാ കേട്ടോ. എടാ പൊട്ടൻ ചങ്കര, നീ എനിക്ക് ഇല്ലാത്ത ഉദ്ദേശങ്ങൾ അങ്ങനെ ഉണ്ടാക്കല്ലേ. എടാ, സ്ത്രീകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞതേ വീട് വൃത്തിയായിട്ട് അടിച്ചു നോട്ടും നീറ്റായിട്ട് ഇടാൻ വേണ്ടിട്ടാ. നീ ഇനി ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ. ഇല്ല, ഇനി ഒന്നും ചിന്തിക്കില്ല. മുതലാളി പറയുന്നത് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. എടാ സത്യ, നമ്മുടെ ഈ കോവിലകം വീട്ടിലെ കുഴപ്പങ്ങള് ഈ വന്നു കയറിയവരറിയാതെ നീ നോക്കണമെന്നാ പറഞ്ഞു വന്നത്. അല്ല മുതലാളി, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്കും മുതലാളിക്കും മാത്രമല്ലേ അറിയത്തുള്ളൂ. അത് അവരെങ്ങനെ അറിയാനാ? ഇനി മുതലാളി എങ്ങാനും പറഞ്ഞു കൊടുക്കുവോ? എടാ മണ്ടൻ സത്യ, ഇനി ഇവിടെ കുഴപ്പങ്ങൾ ഒന്നൊന്നായി ഉണ്ടാവുമ്പോ വഴിയവരറിയുമല്ലോ. അതറിയാതെ നോക്കണമെന്നാ പറഞ്ഞു വന്നത്. പിടിയിട്ട് എല്ലായിടത്തും നിന്റെ ഒരു കണ്ണ് വേണം. അതുണ്ടാവും. എങ്ങും ഇല്ലേലും അടുക്കള ഭാഗത്ത് മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. എന്നാ മലയാളി പെട്ടെന്ന് പോക്കോന്നേ. നിനക്ക് എന്നെ പറഞ്ഞു വിടാൻ ഇത്ര തിരക്ക്. അത് പിന്നെ എനിക്ക് അവരുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ. അവരുടെ കാര്യങ്ങൾ നോക്കാനേ അവിടെ ആളുണ്ട്. നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. ബേബിയെ വണ്ടി എടുക്കണം. മാറണം. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഞാനുള്ളത് കൊണ്ട് കൊള്ളാം. ബേബിയേ, വന്ന് കയറിയപ്പോ തൊട്ടാ പണി തുടങ്ങിയോ? അയ്യോ, മോളെ മാളു, മാളു, എന്റെ മോളെ. എന്റെ ഹേമേ, നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കല്ലേ, നമുക്ക് നോക്കാം. എന്റെ സുഹേച്ചി, ഈ വലിയ വീട്ടിൽ അവൾ എവിടാന്ന് വെച്ചാ നോക്കുന്നേ. നോക്കാം, നീ വിഷമിക്കല്ലേ. എനിക്ക് വയ്യ, എന്റെ മോള്. എന്താ കണ്ടില്ലേ ലാലേട്ടാ, നമ്മുടെ മോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ വേണതൊക്കെ പറയാൻ അവിടെ ശബ്ദം കേൾക്കണം. ഹേമേ വാ. മാളു, മാളുവിന്റെ കരച്ചിൽ ഇതെവിടുന്നാണെന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ. ഈ അണ്ടകടാകം പോലത്തെ വീട്ടിൽ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഓടി അണച്ച്. എടാ സോനിച്ച, ഇവിടെ കേറിയപ്പോ മുതലേ എനിക്ക് ചില ദുസ്സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. അമ്പുണ്ട, ചുമ്മാ നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എടാ, നിനക്കിതുവരെ തോന്നിയില്ലേ? ഇല്ല. തോന്നേണ്ടതാണല്ലോ. ഇത്തരം വീടുകളിൽ ചില അദൃശ്യ ശക്തികൾ ഉണ്ടായത് വരും. ചില താൽക്കാലികൾക്കും ചില പറവുകൾക്കും മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞ് പേടിപ്പിക്കല്ല അപ്പോട്ട. മാളു അതിനെ വിളിച്ചത്. പോളല്ല, മാളു. വാ നോക്കാം. ഇറങ്ങടാ. ഒന്ന് വേഗം പാടാ, എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. ഞാനും വരും. മാളു, 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 മാളു. എടാ കാളി, ഇത് എവിടെയാണ് അവള് പെട്ടെടുക്കുന്നേ? അവള് നമ്മളോട് ഉണ്ടായിരുന്നല്ലേ? കാളി, നമ്മുടെ മാളു. നീ വാ, നമുക്ക് നോക്കാം. മാളു, 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 മാളു. പ്രശ്നം എന്താണിത്? മാളു, മാളുവിന്റെ കരച്ചിലാണല്ലോ കേട്ടത്. എന്താ സംഭവിച്ചത്? അറിയില്ല അങ്കിൾ, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു വരായിരുന്നു. അപ്പോഴാ മാളുവിനെ കാണാതായത്. എന്ത് പറഞ്ഞപ്പോഴാണ് മാളുവിനെ മിസ്സിംഗ് ആയത്?
എവിടെ വെച്ചായിരുന്നു? എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞ മാറ്റർ? പറ. പറഞ്ഞത് ഇവളാ. ആയിക്കോട്ടെ, പക്ഷെ എന്താ പറഞ്ഞത്? പറ കവിതേ, എന്ത് പറഞ്ഞപ്പോഴാ മാളു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിസ്സായത്? അത് പിന്നെ ഈ വീട് മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതും ആളിനെ കാണാതായി. ആ, അത് പറ. അപ്പൊ തൊട്ടപ്പുറത്തെ ഡാൻസർ രാമനാഥന്റെ വീട് കാണും, അവിടെ കാണും മാളു. അങ്കിളെ, ഇത് കളിയല്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അങ്കിൾ ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെയൊന്നുമില്ല. അങ്ങളെ, ഈ വീടിനൊരു തെക്കിനെ ഉണ്ടെന്നാ പറയുന്നത്. ഇനി എല്ലാത്തിനും കൂടെ തെക്കോട്ട് എടുക്കുവോ?